പഹൽഗാമിൽ കച്ചവടം നടത്തുന്ന വ്യാപാരിയെ NIA ചോദ്യം ചെയ്യുന്നു. ആക്രമണത്തിന് 15 ദിവസം മുൻപ് കട തുടങ്ങിയ ഇയാൾ ആക്രമണ ദിവസം കട തുറന്നിരുന്നില്ല. അതേസമയം അതിർത്തി മറികടന്ന പാക് സൈനികൻ BSFന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതേസമയം ഏപ്രിൽ 19-ന് ശ്രീനഗറിൽ സഞ്ചാരികൾക്ക് നേരെ ആക്രമണ സാധ്യത ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന വിവരവും പുറത്തുവന്നു. രാഗേഷ് ആണ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പഹൽഗാമിൽ കട നടത്തിയ ആളെ സംബന്ധിച്ചാണല്ലേ. എന്താണ് ഇയാളുമായി ബന്ധപ്പെട്ട സംശയം നിലനിൽക്കാൻ സാഹചര്യം? NIAയുടെ അന്വേഷണം ഈ കേസിൽ തുടരുകയാണ്. കാരണം NIA പലതരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ആദ്യം സാക്ഷികളുടെയൊക്കെ തന്നെ മൊഴിയെടുത്തു. ഇതുകൂടാതെ അവിടെ പോയി ആക്രമണ രംഗങ്ങൾ പുനരാവിഷ്കരിച്ചു. അങ്ങനെ ഈ അന്വേഷണം വിവിധ തലത്തിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റു പലരെയും ചോദ്യം ചെയ്തിട്ടാണ് NIAക്ക് ഇത്തരമൊരു വിവരം ലഭിച്ചത്. അതായത് ഈ ആക്രമണം നടക്കുന്നത് 22-ാം തീയതിയാണ്. അതിന് 15 ദിവസം മുമ്പാണ് ഇയാൾ ഇവിടെ കട ആരംഭിച്ചിരുന്നത്. എന്നാൽ ഈ ആക്രമണ ദിവസം ഈ കട തുറന്നിരുന്നില്ല. ഇതാണ് ഇയാളെ ചോദ്യം ചെയ്തതിലേക്ക് NIA എത്തിച്ചത്. ഏതായാലും ഇയാളുടെ ഫോൺ രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ് NIA. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത് പലരും ആ സമയത്ത് ആക്രമണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പലരെയും ഇതിനോടകം തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ അവിടെ കുതിരയെ കൊണ്ട് നടക്കുന്നവർ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കച്ചവടക്കാർ തുടങ്ങി പലതരത്തിലുള്ള ആളുകളുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പലരുടെയും മൊഴി നിർണായകവുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിവരം കൂടി NIAക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇപ്പോൾ NIA ചോദ്യം ചെയ്തു വരുന്നത്. ഏതായാലും 15 ദിവസം മുമ്പ് കട തുടങ്ങിയ ആൾ എന്തുകൊണ്ട് ഈ ദിവസം കട തുറന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ NIA ചോദിച്ചു വരുന്നത്. മാത്രവുമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇയാൾക്കുണ്ടോ എന്ന് NIA പരിശോധിച്ചു വരികയാണ്. ഏതായാലും അത്തരമൊരു ബന്ധമുള്ളതായ ഒരു സ്ഥിരീകരണമൊന്നും തന്നെ NIAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ സിപ്ലൈൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ആ വീഡിയോ ഒക്കെ പുറത്തു വന്നതിന് പിന്നാലെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും NIA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കച്ചവടക്കാരന്റെ കാര്യത്തിലും എന്താണ് സ്ഥിതി എന്നറിയില്ല. പക്ഷേ NIAക്ക് ചില സംശയങ്ങളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ NIA വ്യക്തമാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ പലയിടങ്ങളിലെത്തി ആളുകളുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് NIA കടക്കുകയാണ്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണത്തിന് 3 ദിവസം മുമ്പ് ശ്രീനഗറിൽ ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നു എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അതായത് സഞ്ചാരികളെ ലക്ഷ്യം വെക്കുന്ന തരത്തിലായിരിക്കും ആക്രമണം എന്ന വിവരമായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദാൽ തടാകത്തിന് സമീപവും ഒക്കെ തന്നെ മുഗൾ ഗാർഡനിലും ഒക്കെ തന്നെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. പിന്നീട് കാര്യമായ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളിലേക്കൊന്നും തന്നെ കടക്കാൻ സാധിച്ചില്ല. അതിന് പിന്നാലെയാണ് പഹൽഗാമിൽ ആക്രമണം നടന്നെന്ന വിവരം കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കുകയാണ്. ഏതായാലും അത്തരത്തിൽ ജമ്മു കശ്മീരിൽ ഒരു ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്, അശാന്തമായി തന്നെ തുടരുകയാണ്. പലതരത്തിലുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. പ്രത്യേകിച്ച് ആദ്യം അതിർത്തി അടച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നു. പിന്നീട് വിസ റദ്ദാക്കി ഇൻഡസ് നദിയിലെ കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻഡസ് കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടന്നു. അതിനുശേഷം ഇന്നലെ മറ്റ് ചില തലത്തിലേക്ക് പൂർണ്ണമായും ഇറക്കുമതി നിരോധിച്ചു. പോസ്റ്റൽ തപാൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള നടപടികൾ ഇന്ത്യ തുടരുന്നുണ്ട്. ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈനിക തലത്തിലല്ലാതെ മറ്റു തരത്തിൽ വ്യാപാര തലത്തിലടക്കം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന തലത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. ഏതായാലും റഷ്യ ഏറ്റവും അവസാനമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. റഷ്യ ആദ്യം മുതൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ്. വിദേശകാര്യ മന്ത്രിയുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചു. അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സമാധാനം, അതായത് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ട് രാജ്യങ്ങളും തയ്യാറാകണം. മാത്രമല്ല ഈ വിഷയത്തിൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമുണ്ടെന്ന് റഷ്യ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുകയാണ്. ആര്യ, തീർച്ചയായും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ. രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 19-ന് ശ്രീനഗറിൽ സഞ്ചാരികൾക്ക് നേരെ ഒരു ആക്രമണ സാധ്യത ഉണ്ട്. അത് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടക്കുമെന്ന തരത്തിൽ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് പഹൽഗാമിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കും എന്നുള്ളൊരു സൂചന ഇന്റലിജൻസിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ.
രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, ഇന്നലെ നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ് ഈ ഭീകരർ ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ട തെരച്ചിലൊക്കെ നടന്നു. ശ്രീലങ്കൻ എയർലൈൻസിലും വിമാനത്താവളത്തിലുമൊക്കെ പരിശോധന നടന്നു. അത് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ശ്രീലങ്കൻ സർക്കാർ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് വരുന്നത്? അത്തരത്തിൽ ഒരു സൂചന ലഭ്യമായതിന്റെ ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം, അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? അത്തരം സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അത്തരമൊരു വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. പ്രത്യേകിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയൊക്കെ നടന്നിരുന്നെങ്കിൽ പോലും പിന്നീട് അത്തരമൊരു കാര്യമായ വിവരങ്ങൾ, അതിൽ പുരോഗതി ലഭ്യമായിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സുരക്ഷാ ഏജൻസികളൊക്കെ തന്നെ ഇക്കാര്യം പൂർണ്ണമായും ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഈ സംഘത്തിലെ മുഴുവൻ പേരും ഏതായാലും അത്തരത്തിലൊരു ചെന്നൈയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ കൊളംബോയിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. കാരണം ഈ ആക്രമണത്തിന് ശേഷം കശ്മീർ വിട്ടുപോകാൻ സാധ്യത കുറവാണെന്ന നിഗമനം പോലും ഈ സുരക്ഷാ ഏജൻസികളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ സംഭവത്തിന് ശേഷം പ്രധാനമായും ഇവരെ വ്യാപകമായ തെരച്ചിൽ സുരക്ഷാ ഏജൻസികളുടെ ഒക്കെ തന്നെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇവർ തെക്കൻ കശ്മീരിൽ ആണ് പലപ്പോഴായി തമ്പടിച്ചിട്ടുള്ളത്. കാരണം ഈ ആക്രമണത്തിന് ശേഷം 4 തവണ ഇവരെ കണ്ടുമുട്ടുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, ഒരു തവണ അത് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവർ ഇപ്പോഴും ജമ്മു കാശ്മീരിൽ തന്നെ ഉണ്ട് എന്ന നിഗമനം തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഈ കൊളംബോ വിമാനത്തിലടക്കം കണ്ട കാര്യങ്ങൾ കൂടി വിശദമായി തന്നെ പരിശോധിച്ച് വരുന്നുണ്ട്. ഏതായാലും ഇവരുമായുള്ള സാദൃശ്യം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പരിശോധിച്ചു വരികയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ ഏതായാലും ഈ ഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളോ സുരക്ഷാ ഏജൻസികളോ തയ്യാറായിട്ടില്ല. ഏതായാലും കശ്മീരിൽ വ്യാപകമായ രീതിയിൽ തെരച്ചിൽ ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് 3 ജില്ലകളിലാണ് പ്രധാനപ്പെട്ട പരിശോധന നടക്കുന്നത്. അതിലൊന്ന് അനന്ത്നാഗ്, മറ്റൊന്ന് പുൽവാമ, പിന്നെ ശ്രീനഗർ. ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ പരിശോധന ഈ ഘട്ടത്തിൽ തുടരുകയാണ്. ആര്യ, തീർച്ചയായും നാഷണൽ ഡെസ്കിൽ നിന്ന് രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിൽ തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് സൈന്യം. പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യം. ബൈസൺ വാലിയിൽ പുതുതായി കട തുടങ്ങിയ ആളെ എൻഐഎ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. കട തുടങ്ങിയത് ആക്രമണത്തിന് 15 ദിവസം മാത്രം മുമ്പാണ്. മാത്രമല്ല, ഈ ആക്രമണം നടന്ന ദിവസം ഇയാൾ കട തുറന്നിരുന്നില്ല എന്നുള്ളതാണ് സംശയാസ്പദമായ സാഹചര്യം. രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.